ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ ഒരു പുതുതായിട്ട് ചെയ്യുന്ന വീടിൻ്റെ എവിടെയൊക്കെ നമ്മൾ ചെങ്കല്ല് ടൈൽസ് ഒട്ടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മളിത് ചെയ്യേണ്ടത് ചെങ്കല്ല് ടൈൽസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സർഫേസ്, നമുക്കിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സർഫേസ് കാണിക്കാൻ പോകുന്നത് ഇവിടെ ഇതാണ്, ഈ പില്ലറാണ്. ഈ പില്ലർ ജസ്റ്റ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ട് മിനുസപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ നമുക്കൊരു റഫ് സർഫേസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഗമ്മ് കൂടുതലായിട്ട് പിടിച്ച് ഇതിൻ്റെ ബോണ്ടിങ് കൂടുതലായിട്ട് നിൽക്കും. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഭിത്തിയിലും അതേപോലെ തന്നെ ഇപ്പോൾ ഷോവാളിലൊക്കെ കാണിക്കാൻ പോകുന്നത്. ഈ വീട്ടിലിപ്പം 2 പില്ലറാണ് വരുന്നത്. താഴെയും മുകളിലായിട്ട് 2 പില്ലർ വരുന്നുണ്ട്. ഈ പില്ലർ ഇപ്പോൾ ക്ലാഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് മെറ്റീരിയൽ കൊടുത്താണ്, ബാക്കിയുള്ളത് ഇപ്പോൾ സൈറ്റിൽ അവർ തന്നെ ചെയ്യുന്നത്. അപ്പോൾ എന്തോ ഒരു പർപ്പസ്ഫുള്ളി അവരിപ്പം ഇങ്ങനെയാക്കി നിർത്തി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി വേറെ എന്തോ 2 ഡിസൈൻ വരുന്നുണ്ട്. ഇത് മേലെ അതേപോലെ തന്നെ വരുന്നത്. സിറ്റ് ഔട്ടിൽ ഇങ്ങനത്തെ വാളിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ നമ്മളുടെ ചെങ്കലിൻ്റെ ക്ലാഡിങ് ടൈൽസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ തന്നെ ഇതിൻ്റെ അപ്സ്റ്റെയറിലും വരുന്നുണ്ട്. ഇത് കൂടാണ്ട് നമുക്കിപ്പോൾ ഇതിൽ വരുന്ന മെയിനായിട്ട് അധികം പേർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഇത്തരം ഷോവാളുകൾ. ഈ ഷോവാളുകളിൽ നമുക്ക് അതിന് കണക്കാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ മുന്നേ കൂട്ടി നമ്മൾ ഈ ഇതെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇവിടെ നമുക്കിപ്പോൾ ചെറിയൊരു ഈ ജനൽ വെച്ചിരിക്കുന്നതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് തള്ളിച്ചയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്, നമ്മുടെ ഈ ക്ലാഡിങ് നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ക്ലാഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് കണക്കാക്കിയിട്ട് നമുക്ക് ഈ ജനൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ സൈറ്റുകളിലും വരുന്നതാണ്. ഇല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ ഈ സൈഡ് നമുക്ക് മോൾഡ് ചെയ്തിട്ട് ഇതുമായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇത്തരം ഇപ്പം എക്സിസ്റ്റിംഗ് സൈറ്റിലൊക്കെ നമ്മളിത് ചെയ്യുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതലായിട്ടും വരുന്നത് നമുക്ക് ആദ്യം ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ധാരണ ഇല്ലാതെ വരുന്നതിൻ്റെ പേരിലാണ്. ഇപ്പോൾ ഇതിലൊക്കെ ഈ വീട്ടിലെ സിറ്റ് ഔട്ടിൽ നമുക്ക് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ ഇതേപോലെ തന്നെ ഈ ഒരു കട്ടിങ് വരുന്നുണ്ട്. ഈ കട്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജനല കുറച്ച് നമുക്കിത് ക്ലാഡിങ് ഒട്ടിക്കുന്നത് കണ്ടിട്ട് ആ തിക്നെസ് ഇട്ട് കഴിഞ്ഞാൽ ഇത്തരം ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത സൈറ്റാണെന്നുണ്ടെങ്കിൽ ഇത് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റുന്നതാണ്.